ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. നമ്മുടെ നാട്ടിൽ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യുന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഇത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ചിക്കൻ റോസ്റ്റിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നല്ല കളറ് കിട്ടും, പക്ഷേ അധികം എരിവ് കാണത്തുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിനിമം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ തലേദിവസം രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലും നല്ലതാണ്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് അത് കൂടുതൽ ടേസ്റ്റി ആവത്തേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ തലേദിവസം നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിന് ആവശ്യമുള്ള ഗരം മസാല പൊടി തയ്യാറാക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗരം മസാല പൊടി. നമ്മൾ പാക്കറ്റിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല പൊടി വെച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ സെയിം ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടി തന്നെ ഉപയോഗിക്കണം. ഞാനിപ്പോൾ ഈ മസാലപ്പൊടി കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റോസ്റ്റിൽ ചേർത്തിട്ട് ബാക്കി വരുന്നത് നിങ്ങൾക്കൊരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 കഷ്ണം പട്ട, 20 ഗ്രാമ്പൂ, 10 ഏലക്ക, പിന്നെ 4 ടീസ്പൂൺ പെരുംജീരകം. ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ സ്പൂണാണ്. ഈ സ്പൂണിലാണ് 4 ടീസ്പൂൺ അളന്നെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ മസാല എല്ലാം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പെരുംജീരകം ചേർത്താൽ മതി. കാരണം പെരുംജീരകം പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുക്കുന്ന ആ പരുവം വളരെ പ്രധാനമാണ്. ചെറുതായിട്ടൊന്ന് ചൂടായാലോ അല്ലെങ്കിൽ ഒന്ന് മൂത്താലോ പോരാ, നല്ലതായിട്ട് തന്നെ മൂപ്പിക്കണം. അതിൻ്റെ കളറൊക്കെ ആവശ്യത്തിന് മാറണം, ഒരു ബ്രൗൺ കളർ ആവണം. അതുപോലെ തന്നെ നല്ല മണവും വരണം, മൂത്ത മണവും വരണം. അത് വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പം ഇതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറും നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറും വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് മൂപ്പിച്ചെടുക്കാം. പെരുംജീരകം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കണം. പക്ഷെ അത് കരിഞ്ഞു പോകാതെ നോക്കുകയും വേണം. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂപ്പിച്ചാൽ മതി. ഇപ്പോൾ പെരുംജീരകത്തിൻ്റെ കളറും നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഗരം മസാല പൊടി റെഡി ആയിട്ടുണ്ട്. ഞാനിത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറായിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഫ്ലേവർ കറക്റ്റായിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്കിത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാവും. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗരം മസാല പൊടി ഇതുപോലെ തന്നെ തയ്യാറാക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ തയ്യാറാക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയായിട്ടില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണ ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് വേവ് ഒന്നും വേണ്ട. 2 സൈഡും ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇത് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ട മസാല തയ്യാറാക്കുന്നത്.
ഇനി എണ്ണ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ഇതിനകത്തുനിന്ന് മാറ്റാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് മാറ്റുന്നില്ല, കാരണം ഇത്ര എണ്ണ ആവശ്യമുണ്ട് സവോളയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇതിനകത്തേക്ക് 2 കഷ്ണം പട്ട ചേർക്കാം. ഇത്രയും നീളമുള്ള 2 കഷ്ണം പട്ട മാത്രം ചേർത്താൽ മതി. ഗ്രാമ്പൂ ഏലക്ക ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കറിവേപ്പില ഇതുപോലെ നേരിട്ട് എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. 3 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ആദ്യം ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കണം. അതിനുശേഷം സവോള നന്നായിട്ട് മൂത്ത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. 1 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുത്തതാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറണം. അതുപോലെ സവോള നന്നായിട്ട് മൂത്ത് വരുകയും വേണം, അതായത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, അതായത് ക്രിസ്പി ആയിരിക്കത്തില്ല, പക്ഷേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഞാനിത് 3ഉം നേരത്തെ പറഞ്ഞ ഈ സ്പൂണിൽ തന്നെയാണ് അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗരം മസാല പൊടി ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. 2.5 ടീസ്പൂണൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കിനി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഗരം മസാല പൊടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഈ മസാലയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. ഇനി ഈ പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് ഈ മസാലയിൽ ചേരണം. ഈ തക്കാളിയുടെ അളവ് കുറഞ്ഞു പോകരുത്. എന്തായാലും 2 എണ്ണം ചേർക്കണം. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. കാരണം തക്കാളി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മസാല കറക്റ്റ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാനൊരു 1-2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുവാണ്. തക്കാളി നന്നായിട്ട് വെന്ത് മസാലയുടെ കൂടെ ചേരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു മസാല ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ചേർക്കാം. സോയ സോസ് നിങ്ങൾക്ക് 3 തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് ഡാർക്ക് സോയ സോസ്, ലൈറ്റ് സോയ സോസ്, അല്ലെങ്കിൽ ഇതുപോലെ ഓൾ പർപ്പസ് സോയ സോസ്. ഓൾ പർപ്പസ് സോയ സോസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡാർക്കും അല്ല ഒത്തിരി ലൈറ്റും അല്ലാത്ത സോയ സോസ്. അപ്പോൾ ഡാർക്ക് സോയ സോസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഓൾ പർപ്പസ് സോയ സോസോ ലൈറ്റ് സോയ സോസോ ആണുള്ളെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കാം. കാരണം ഡാർക്ക് സോയ സോസിന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതിയാവും. ഇതിപ്പോൾ ഓൾ പർപ്പസ് സോയ സോസ് ആയതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ ചേർക്കുവാണ്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കരുത്, കാരണം സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ട്. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് വേവിക്കണം. ഇപ്പോൾ ഇതിൻ്റെ മസാല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു മസാലയായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. ഞാൻ ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും വെള്ളം മതിയാവും. അതായത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ചിക്കൻ ആവശ്യത്തിന് വെന്ത് കിട്ടും.
നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ കുറച്ച് വെന്തിട്ടുണ്ട്, ബാക്കി വേവേ ഉള്ളൂ. പിന്നെ തീ ഒരുപാട് കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പിന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.